ദിവസങ്ങളായി ലോകം ഭീതിയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു സാധ്യത യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് അമേരിക്ക നേരിട്ട് കടന്നു. ദീർഘകാലമായി നിലനിന്നിരുന്ന ആശങ്കകൾക്ക് വിരാമമിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക സൈനികാക്രമണം നടത്തിയിരിക്കുന്നു. മല തുരന്ന് ആഴങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ആ ആണവ താവളങ്ങളെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചത് അതിഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകളെ ആയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വർഷങ്ങളായി പശ്ചിമേഷ്യയും ലോകത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളതാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലും ഈ വിഷയത്തിൽ ആശങ്കാകുലരായിരുന്നു. ഈ ആശങ്കകളുടെ എല്ലാം കാതൽ ഫോർദോ പോലുള്ള ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളായിരുന്നു. ഭൂമിക്കടിയിൽ പാറക്കെട്ടുകൾ തുരന്നു നിർമ്മിച്ച ഈ നിലയങ്ങൾ സുരക്ഷിതമാണെന്നും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളവയാണെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയുടെ പ്രധാന ഉന്നം ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കുക എന്നതായിരുന്നു. സാധാരണ ബോംബുകളോ മിസൈലുകളോ ഉപയോഗിച്ച് തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലും ശക്തിയിലുമായിരുന്നു ഈ താവളങ്ങളുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങൾ തകർക്കാൻ പ്രത്യേകതരം ആയുധങ്ങൾ ആവശ്യമാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോഴാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന ആശയം സജീവമായത്. ഭൂമിക്കടിയിലെ സങ്കേതങ്ങളെ തുരന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന ഈ ബോംബുകൾ ഇറാന്റെ കോൺക്രീറ്റ് ശക്തിയെ തകർക്കാൻ ശേഷിയുള്ളവയായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഫോർദോ. തെഹ്റാനിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി പർവ്വത പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ പാറക്കെട്ടുകൾ തുരന്നു നിർമ്മിച്ച ഈ നിലയം സാധാരണ ബോംബ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നത്. സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചിരുന്ന ഈ കേന്ദ്രം യുറേനിയം സമ്പുഷ്ടീകരണം പോലുള്ള നിർണായക ആണവ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും പ്രതിരോധ ശേഷിയുമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഫോർദോ പോലുള്ള കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആണവശേഷി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയാൽ ഫോർദോ തന്നെയായിരിക്കും മുഖ്യ ലക്ഷ്യമെന്ന് മാസങ്ങളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് ഫോർദോയും മറ്റ് ആണവ നിലയങ്ങളും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഇരയായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചതായി പറയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ സാധാരണ സ്ഫോടക വസ്തുക്കളല്ല. ഇവ ഭൂമിയിലേക്ക് ആഴത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ളവയാണ്. ഇവയുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ബോംബ് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അതിന്റെ മുൻഭാഗത്തുള്ള പ്രത്യേക ലോഹക്കൂട് പാറകളിലൂടെയും കോൺക്രീറ്റിലൂടെയും തുളച്ചു കയറുന്നു. ബോംബ് മതിയായ ആഴത്തിൽ എത്തുമ്പോൾ അതിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നു. ഈ സ്ഫോടനം ഭൂമിക്കടിയിൽ വലിയ ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ലക്ഷ്യസ്ഥാനത്തെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുന്നു. സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത കട്ടിയേറിയ കോൺക്രീറ്റ് മതിലുകളെയും പാറക്കെട്ടുകളെയും ഭേദിക്കാൻ ഈ ബോംബുകൾക്ക് സാധിക്കും. ഇതിലൂടെയാണ് ഇറാന്റെ പ്രതിരോധ കോട്ടകൾ അമേരിക്ക തകർത്തത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുവെന്നത് അമേരിക്ക ഇറാന്റെ ആണവശേഷിയെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് എന്നതിന്റെ സൂചനയാണ്. കേവലം ഉപരിതലത്തിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, ഭൂമിക്കടിയിൽ സുരക്ഷിതമെന്ന് കരുതിയ താവളങ്ങൾ പോലും ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് ഈ ആക്രമണം നൽകുന്നത്. അമേരിക്കയുടെ ഈ നീക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക ശക്തമാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ്. ഇത് അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെയോ ഇസ്രയേലിനെതിരെയോ ആകാം. ഗൾഫ് മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇത് തള്ളിവിടും. ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഈ ആക്രമണം ഇറാനെ ആണവായുധ നിർമ്മാണത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിലെ ആണവായുധ മത്സരത്തിന് ആക്കം കൂട്ടും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം നടക്കും. സമാധാനപരമായ ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നത് UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇത് ആഗോള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ വിള്ളലുകൾ സൃഷ്ടിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനുമേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തു എന്ന അവകാശവാദം സാഹചര്യം കൂടുതൽ വഷളാക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്ന നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള സമാധാനവും വലിയൊരു ചോദ്യചിഹ്നത്തിലാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ US കൂടി പങ്കുചേർന്നതോടെ ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. ഈ ആണവാക്രമണത്തിന് ശേഷം ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ലോകത്തിന്റെ ഭാവി.